ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രപഞ്ചവുമായി സംസാരിക്കാനുള്ള 5 ഈസി വഴികളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ആവർത്തിച്ച് നടക്കുന്നതെന്ന്? ഒരേ പ്രശ്നങ്ങൾ, ഒരേ ആളുകൾ അല്ലെങ്കിൽ ഒരേ സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് പോലെ. എന്താണ് ഇതിൻ്റെ സീക്രട്ട്? അത് നമ്മുടെ ചിന്തകളും വികാരങ്ങളുമാണ്. നമ്മുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് അത് പ്രപഞ്ചം കേൾക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും നമുക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമോ? ചിലപ്പോൾ തോന്നിയിട്ടില്ലേ, നമ്മൾ എപ്പോഴും എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നുവെന്ന്. പ്രശസ്തനായ ബ്രയാൻ ട്രേസി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ ഒരു ജീവിക്കുന്ന കാന്തമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്താണോ ആകർഷിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിലെ പ്രധാന ചിന്തകളുമായി നല്ല പോലെ യോജിക്കുന്ന ഒന്നാണെന്ന്. ഇതിനർത്ഥം എന്താണ്? നമ്മൾ ഈ നിൽക്കുന്ന പ്രപഞ്ചം വെറും ഒരു ഒഴിഞ്ഞ സ്ഥലം മാത്രമല്ല. നമ്മൾ പറയുന്ന ഓരോ വാക്കും, നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, എന്നിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കുന്നുമുണ്ട്. പക്ഷെ ഇതിലെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിക്കേഷൻ്റെ കൂടുതൽ ഭാഗവും നമ്മൾ അറിയുന്നേ ഇല്ല. നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. ഇതൊന്നും അറിയാതെ നമ്മൾ സിഗ്നലുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. നമുക്ക് ശരിക്കും ഈ യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യാനും യൂണിവേഴ്സുമായിട്ട് സംസാരിക്കാനും പറ്റും. ഇങ്ങനെ സംസാരിക്കുന്നതിലൂടെ നമ്മുടെ ചിന്തകൾക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളായിട്ടും സാഹചര്യങ്ങളായിട്ടും മാറാനുള്ള കഴിവുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ അറിയാതെയുള്ള ബ്രോഡ്കാസ്റ്റിൽ നിന്നും നമ്മൾ ബോധപൂർവം യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നത്? നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നു എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അല്ലാതെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അറിയാതെ ചോദിക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന് പല വഴികളുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണണം. കാരണം യൂണിവേഴ്സുമായിട്ട് സംസാരിക്കാനും നമ്മൾ ശരിയായ സിഗ്നലുകളാണ് അയക്കുന്നത് എന്ന് ഉറപ്പാക്കാനും അതുവഴി നമ്മൾ സ്വപ്നം കാണുന്ന ജീവിതം ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുന്ന 5 സിമ്പിളായിട്ടുള്ള വഴികളാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇനി യൂണിവേഴ്സുമായിട്ട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ വഴി ഏതാണെന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ വഴി, നിങ്ങളുടെ ഊർജം ശ്രദ്ധിക്കുക. ഫോക്കസ് ഓൺ യുവർ എനർജി. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. യൂണിവേഴ്സിലേക്ക് എനർജറ്റിക് റിക്വസ്റ്റുകൾ അയക്കുക എന്ന ആശയം 2 പ്രധാനപ്പെട്ട നിയമങ്ങളിൽ വരുന്നതാണ്. ഒന്ന് ലോ ഓഫ് വൈബ്രേഷനും രണ്ടാമത്തേത് ലോ ഓഫ് അട്രാക്ഷനും. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാറ്റിനെയും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഉൾപ്പെടെ എല്ലാം ഒരു കോൺസ്റ്റന്റ് വൈബ്രേഷൻ സ്റ്റേറ്റിലാണ്. ഒരു ഗിറ്റാറിൻ്റെ കമ്പികൾ പോലെ ഓരോന്നും അതിൻ്റേതായ ഒരു യുണീക്ക് സൗണ്ട് ഉണ്ടാക്കുന്നു. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നതിനനുസരിച്ച് ഈ വൈബ്രേഷണൽ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരാം. ഇത് ലോ ഓഫ് വൈബ്രേഷൻ്റെ ഒരു പാർട്ട്ണർ പോലെയാണ് കേട്ടോ. ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്നൊരു പ്രിൻസിപ്പിളാണ് ഇവിടെ ബേസ് ചെയ്തിരിക്കുന്നത്. അതായത് സിമിലർ വൈബ്രേഷനുകളുള്ള എനർജികൾ പരസ്പരം അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലൂടെയും ഇമോഷൻസിലൂടെയും പുറപ്പെടുവിക്കുന്ന എനർജി അതുമായിട്ട് മാച്ച് ചെയ്യുന്ന എക്സ്പീരിയൻസുകളെ അട്രാക്ട് ചെയ്യും. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് ഒരു വല എറിയുന്നത് പോലെയാണിത്. നിങ്ങളുടെ ചിന്തകളുടെ വൈബ്രേഷണൽ ക്വാളിറ്റി നിങ്ങൾ എന്താണ് പിടിക്കുന്നതെന്ന് തീരുമാനിക്കും. അതായത് ഞാൻ ഒന്നും കൂടി വിശദമായിട്ട് പറയാം. ആകർഷണ നിയമം, അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സമാന ഊർജം സമാനമായ ഊർജത്തെ ആകർഷിക്കുമെന്നാണ്. അതായത് നിങ്ങൾ സന്തോഷത്തിലും നന്ദിയിലും സ്നേഹത്തിലുമാണെങ്കിൽ നിങ്ങൾ ഉയർന്ന വൈബ്രേഷൻ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ പ്രപഞ്ചം ഈ വൈബ്രേഷനുമായി ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല അനുഭവങ്ങൾ, ആളുകൾ, അവസരങ്ങൾ എന്നിവ കൊണ്ടുവരും. ഇതൊരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്തതുപോലെയാണ്. നിങ്ങൾ ശരിയായ ഫ്രീക്വൻസിയിലാണെങ്കിൽ നല്ല ഗാനങ്ങൾ കേൾക്കാൻ പറ്റും. പക്ഷേ
നിങ്ങൾ എപ്പോഴും പേടിയിലും ദേഷ്യത്തിലും വിഷമത്തിലുമാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ കുറയും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വൈബ്രേഷനുമായിട്ട് യോജിക്കുന്ന അനുഭവങ്ങൾ വരും. ഇത് പ്രപഞ്ചം നിങ്ങളെ ശിക്ഷിക്കുന്നതൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ വൈബ്രേഷനോട് പ്രതികരിക്കുകയാണ്. ഇനി റിയൽ മാജിക് സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷണൽ സ്റ്റേറ്റിനെ കുറിച്ച് കോൺഷ്യസ് ആവുകയും ഇന്റൻഷനലി അതിനെ പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ നന്ദിയുള്ളവനാണ്, എൻ്റെ ജീവിതം അതിശയകരമാണ് എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു ട്രാഫിക് ജാമിൽ കുടുങ്ങുമ്പോൾ ദേഷ്യപ്പെടുന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുക. ഇത്തരം ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ വൈബ്രേഷനെ ഉയർത്തും, പ്രപഞ്ചവുമായി ഒരു നല്ല സംഭാഷണം തുടങ്ങും. ഇനി രണ്ടാമത്തെ വഴിയാണ് പ്രാർത്ഥന. നിങ്ങളുടെ മതവിശ്വാസം എന്തു തന്നെയായാലും പ്രാർത്ഥന എന്നത് പ്രപഞ്ചവുമായിട്ടുള്ള ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള സംഭാഷണമാണ്. ഇതൊരു ഔപചാരികമായ കാര്യമല്ല, ഒരു നന്ദി പ്രപഞ്ചമേ എന്ന് പറയുന്നത് പോലും ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും നന്ദിയും ചിലപ്പോൾ നമ്മുടെ വിഷമങ്ങളും ഈ വലിയ ശക്തിയോട് തുറന്നു പറയുന്നു. അതൊരു പ്രത്യേക രൂപത്തിലോ ഭാഷയിലോ ആകണമെന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കും പ്രാർത്ഥനയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു വഴിയാണിത്. ലോകമെമ്പാടുമുള്ള ആളുകൾ യൂണിവേഴ്സുമായിട്ട് പലതരത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചില കൾച്ചറുകളിൽ പ്രെയർ എന്നത് ഹൃദയത്തിൽ നടക്കുന്ന ഒരു സൈലന്റ് കോൺവെർസേഷനാണ്. മറ്റു ചിലതിൽ അത് പാട്ടിലൂടെയോ ഡാൻസിലൂടെയോ അല്ലെങ്കിൽ ആർട്ടിലൂടെയോ എക്സ്പ്രസ് ചെയ്യും. ഈ എല്ലാ ഫോംസും നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ, നമ്മളെക്കാൾ വലിയ ഒന്നുമായിട്ട് കണക്ട് ചെയ്യുന്ന പവർഫുൾ എക്സ്പ്രഷനാണ്. പ്രാർത്ഥന എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ തോട്ട്സും ഗ്രാറ്റിറ്റ്യൂഡും റിക്വസ്റ്റും യൂണിവേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ടൂളാണിത്. മുകളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഓരോ വാക്കും ചിന്തയും ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനകൾ എപ്പോഴും കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല റെസ്പോണ്ട് വരുന്നത് എന്ന് മാത്രം. പ്രാർത്ഥന ഇലാബറേറ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല. ഒരു സിമ്പിൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്നത് പോലും ഒരു പവർഫുൾ പ്രാർത്ഥനയാണ്. ഇവിടെ കീ എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. അതായത് നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും സ്ഥിരമായിരിക്കണം. ഒരു സുഹൃത്തിനെ പോലെ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നിങ്ങളുടെ നന്ദിയും ആഗ്രഹങ്ങളും പങ്കുവെക്കണം. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രപഞ്ചമേ എനിക്ക് ഈ അവസരം തരൂ, ഞാൻ ഇതിന് യോഗ്യനാണ് എന്ന് ഹൃദയത്തിൽ നിന്ന് പറയുക. പ്രപഞ്ചം നിങ്ങളുടെ ആത്മാർത്ഥത കേൾക്കും. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പ്രപഞ്ചത്തിലേക്കൊരു പാലം സൃഷ്ടിക്കുന്നു. ഇനി മൂന്നാമത്തെ വഴിയാണ് ധ്യാനം. ധ്യാനത്തിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ വോയിസ് ശ്രദ്ധിക്കാൻ പഠിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ഉൾവിളി പോലെ അല്ലെങ്കിൽ ഒരു നല്ല ചിന്ത പോലെ എന്തെങ്കിലും തോന്നിയേക്കാം. ഇത് പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്ന ഒരു രീതിയായിരിക്കാം. നമ്മൾ ചോദിച്ച കാര്യങ്ങൾക്കുള്ള ഉത്തരം ഒരു പക്ഷേ ഈ നിശബ്ദതയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം. അതായത് ധ്യാനം എന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി പ്രപഞ്ചവുമായിട്ട് ഒരു ആഴമേറിയ സംഭാഷണം നടത്താനുള്ള മാർഗമാണ്. ഒരു തിരക്കേറിയ ദിവസത്തിന് ശേഷം 10 മിനിറ്റ് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ഒരു ശാന്തമായ തടാകം പോലെ ആക്കും. ധ്യാനം ചെയ്യുമ്പോൾ പെട്ടെന്നൊരാശയം, ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു പരിഹാരം നിങ്ങളുടെ മനസ്സിൽ തെളിയും. ഇത് പ്രപഞ്ചശക്തിയുടെ മറുപടിയാണ്. നിങ്ങളുടെ വീട്ടിലെ പൂമുഖത്ത് ഒരു ചായ കപ്പുമായിട്ടൊക്കെ ഇരുന്ന് പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ധ്യാനിക്കുക. ഇത് നിങ്ങളുടെ ഹൃദയത്തെ പ്രപഞ്ചവുമായിട്ട് ബന്ധിപ്പിക്കും. ഇനി നാലാമത്തെ വഴിയാണ് വിഷ്വലൈസേഷൻ. ഇതൊരു സൂപ്പർ പവർ പോലെയാണ്.
വിഷ്വലൈസേഷൻ എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സിനിമ പോലെ കാണുക എന്നാണ്. നിങ്ങളൊരു പുതിയ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓഫീസിൽ ഇരിക്കുന്നതും സന്തോഷത്തോടെ ജോലി ചെയ്യുന്നതും നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്നതുമെല്ലാം നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ട് കാണുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? നിങ്ങളുടെ ഉപബോധ മനസ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ്, ഇത് ഒരു യാഥാർത്ഥ്യമായി വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിൽ കാണുമ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യത കൂടിക്കൂടി വരും എന്നാണ് പറയപ്പെടുന്നത്. കാരണം നിങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും അറിയാതെ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ജെയിംസ് അലൻ എന്ന തത്വചിന്തകന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ തോട്ട്സ് നിങ്ങളെ എവിടെ എത്തിച്ചുവോ അവിടെയാണ് നിങ്ങൾ ഇന്ന്. നിങ്ങളുടെ തോട്ട്സ് നിങ്ങളെ നാളെ എവിടെ കൊണ്ടുപോകും? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പുതിയ വീട്ടിൽ താമസിക്കാൻ ഡ്രീം ചെയ്യുകയാണെങ്കിൽ വെറുതെ ആ വീടിൻ്റെ പിക്ചർ കാണരുത്. നിങ്ങൾ ആ റൂംസിലൂടെ നടക്കുന്നത് ഇമാജിൻ ചെയ്യുക, ടെക്സ്ചറുകൾ ഫീൽ ചെയ്യുക, എൻവയോൺമെൻറ്റ് സൗണ്ട് കേൾക്കുക, ആ സ്പേസുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി അവിടെ ഉള്ളതുപോലെ. ഈ ലെവൽ ഓഫ് ഡീറ്റെയിൽ ഇൻ വിഷ്വലൈസേഷൻ ക്രൂഷ്യലാണ്. കാരണം ഇത് ഇമോഷണൽ ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ട്രിഗർ ചെയ്യും. ഈ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത്രത്തോളം സ്ട്രോങ് ആയ സിഗ്നലാണ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അയക്കുക. ഇങ്ങനെ നിരന്തരം വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഈ ബ്ലൂ പ്രിന്റ് പിന്നെ ഒരു മാഗ്നറ്റായിട്ട് പ്രവർത്തിക്കും. നിങ്ങളുടെ ഗോൾസ് റിയലൈസ് ചെയ്യാൻ ആവശ്യമായ ഓപ്പർച്യൂണിറ്റീസിനെയും കണക്ഷൻസിനെയും ഇത് അട്രാക്റ്റ് ചെയ്യും. ഇത് യൂണിവേഴ്സുമായിട്ടുള്ള ഒരു പവർഫുൾ കോൺവെർസേഷനാണ്. അതുകൊണ്ട് ഓരോ ദിവസവും കുറച്ച് സമയം നിങ്ങളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും കുറിച്ച് വ്യക്തമായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിൻ്റെ ഓരോ ചെറിയ ഡീറ്റെയിൽസും നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളത് നേടിയാൽ എങ്ങനെയുണ്ടാവുമെന്ന് ഫീൽ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് ശക്തമായി എത്തിക്കാനും അതിനെ യാഥാർത്ഥ്യമാക്കാനും സഹായിക്കും. ഇനി 5ാമത്തെ വഴിയാണ് പ്രപഞ്ചത്തിന് ഒരു കത്തെഴുതുക എന്നത്. ഇതൊരു രസകരമായ വഴിയാണ്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു കത്തിലെഴുതി ഈ പ്രപഞ്ചത്തിന് അയക്കുക. ഇത് ശരിക്കും ഒരു കത്ത് പോസ്റ്റ് ബോക്സിൽ ഇടുന്നത് പോലെ അല്ല കേട്ടോ. ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾക്കാണോ നിങ്ങൾ നന്ദിയുള്ളത്, നിങ്ങളുടെ ഭയങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം അതിലെഴുതുക. നിങ്ങൾ ഒരു നല്ല കൂട്ടുകാരനോട് അല്ലെങ്കിൽ കൂട്ടുകാരിയോട് സംസാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതുക. എഴുതിക്കഴിഞ്ഞാൽ ആ കത്ത് ഒന്നെടുത്ത് വായിക്കുക. നിങ്ങൾ എഴുതിയ ഓരോ വാക്കും നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ കത്തൊരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കത്തിച്ചു കളയാം, സുരക്ഷിതമായ രീതിയിൽ. കത്തിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിൽ വിശ്വസിക്കുക. ഇങ്ങനെ ഒരു കത്തെഴുതുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ കൂടുതൽ വ്യക്തമാക്കാനും അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. നിങ്ങൾ ഒരു കാര്യം എഴുതുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഉറയ്ക്കുകയും അത് പ്രപഞ്ചത്തിലേക്ക് ഒരു വ്യക്തമായ സന്ദേശം അയക്കുകയും ചെയ്യും. ഞാൻ ഇതുവരെ പ്രപഞ്ചത്തിനോട് സംസാരിക്കാനുള്ള 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. 1ാമത്തേത് നിങ്ങളുടെ ഊർജം ശരിയാക്കുക എന്നതാണ്. 2ാമത്തേത് പ്രാർത്ഥന. 3ാമത്തേത് ധ്യാനം. 4ാമത്തേത് വിഷ്വലൈസേഷൻ. 5ാമത്തേത് പ്രപഞ്ചത്തിനൊരു കത്തെഴുതുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രപഞ്ചവുമായിട്ട് സംസാരിക്കാനുള്ള 5 സിമ്പിൾ വഴികൾ പഠിച്ചു കഴിഞ്ഞു. ഓർക്കുക, ഇത് മാന്ത്രിക വിദ്യയല്ല. നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഈ വഴികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ പോസിറ്റീവാക്കി മാറ്റാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.
നമ്മുടെ ഈ വലിയ പ്രപഞ്ചത്തിൽ അനന്തമായ സാധ്യതകളുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്